ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനാപകടമുണ്ടായ ദിവസമാണിന്ന്. അഹമ്മദാബാദിലുണ്ടായ ഈ ഒരു അപകടത്തിൽ എയർ ഇന്ത്യയുടെ AI-171 ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം, ഇമ്മാക്കുലേറ്റ് സേഫ്റ്റിയാണ് ബോയിങ് ഡ്രീം ലൈനർ വിഭാഗത്തിലുള്ള ഈ ഫ്ലൈറ്റ്സിന് എൻഷുർ ചെയ്യുന്നത്. ഞാൻ എവിടെയും ഡ്രീം ലൈനർ സെഗ്മെൻറ്റിൽ പെട്ട ഒരു ബോയിങ് ക്രാഷായി എന്ന് ഞാൻ കേട്ടിട്ടില്ല. ഐ തിങ്ക് ദിസ് ഈസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഒരു ഫെയിലിയറായിട്ട് അത് ക്രാഷ് ആവുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് 1:39 PM ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 625 അടി ഉയർന്നപ്പോഴേക്കും അത് തകർന്നു വീണിട്ടുണ്ടായിരുന്നു. കൊല്ലപ്പെട്ടത് 241 പേർ, ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. ഓക്കെ, മരിച്ചതിലൊരു മലയാളി കൂടി ഉണ്ട്. ഫൈൻ. ഇനി നമുക്കിതിൽ നോക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ ഓൾറെഡി കുറേ ന്യൂസ് ചാനൽസിലൊക്കെ ആയിട്ട് കുറേ അധികം ന്യൂസുകളും കണ്ടമാനം കാര്യങ്ങളും ഇതിനെക്കുറിച്ച് കണ്ടു കാണും, കേട്ട് കാണും. നമ്മൾ സത്യത്തിൽ ഈ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി ഇതിൻ്റെ ന്യൂസുകൾ കാണുമ്പോൾ ആദ്യം മുതലേ ഞാൻ വിചാരിക്കുന്നത് ആരും രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. കാരണം അത് വീഴുന്ന ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ ഏകദേശം ഏറെക്കുറെ ഉറപ്പാണ്. ഇല്ല, കാരണം അങ്ങനത്തെ ഒരു പൊട്ടിത്തെറിയും തീകോളമൊക്കെയാണ് കണ്ടത്. പിന്നെയാണ് അറിഞ്ഞത് ഒരാൾ രക്ഷപ്പെട്ടു, ഒരേ ഒരാൾ. ഞാനിവിടെ ഒരു ഇത് വയ്ക്കാം, ഒരു ഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ വയ്ക്കാം. ഓക്കെ, ഇതിൽ 11A ഇതാണ് രക്ഷപ്പെട്ട ആളുടെ സീറ്റ് നമ്പർ. 11A രമേഷ് വിശ്വാസ് കുമാർ, ഇയാളാണ് രക്ഷപ്പെട്ട വ്യക്തി. 11A സീറ്റിലാണ് ഈ വ്യക്തി ഇരുന്നത്. ഈ 11A വരുന്നത് ഈ ഫ്ലൈറ്റിൻ്റെ എമർജൻസി എക്സിറ്റ് ഡോറിൻ്റെ സൈഡിലായിട്ടാണ്. നമ്മളൊക്കെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരുപാട് അവിടുത്തെ ക്രൂ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. ആരും മൈൻഡ് അടിക്കാറില്ല. സത്യം പറയാലോ, ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ഒരാൾ വേണമെങ്കിൽ എന്ത് ചെയ്യും, ഒരു ക്യൂരിയോസിറ്റിക്ക് ഓക്കെ ഇതിങ്ങനെയൊക്കെയാണല്ലോ, എന്നാൽ പിന്നെ ഒന്ന് കാണാം. ഒറ്റ വട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ആ ഭാഗത്തേക്ക് നോക്കാറില്ല. ഇപ്പം ഈ വ്യക്തി, ഒന്ന് അയാളുടെ പ്രസൻസ് ഓഫ് മൈൻഡ്, രണ്ട് അയാളുടെ ടൈം ആയിട്ടില്ല. എന്താണെങ്കിലും ആ ടൈമിൽ അയാൾക്ക് അത് കൃത്യമായിട്ട് ആക്ട് ചെയ്യാൻ പറ്റി. സോ മേക്ക് ഷുവർ, എല്ലാം ഒരു റിസ്ക്കാണ്. എല്ലാം ഒരു നൂലുമുള്ള കളിയാണ്. റോട്ടിലാണെങ്കിലും എയറിലാണെന്നുണ്ടെങ്കിലും വെള്ളത്തിലാണെങ്കിലും. സോ മേക്ക് ഷുവർ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മളും എന്ത് ചെയ്യണം, എൻഷുവർ ചെയ്യണം. നമ്മളെ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. ബാക്കിയൊക്കെ ഡെസ്റ്റിനി, ഫെയ്ത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിട്ടുകൊടുക്കാനേ പറ്റുള്ളൂ നമുക്ക്. എന്താണെങ്കിലും ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്, ബാക്കി എല്ലാവരും പോയി. അതുമാത്രമല്ല, ഇത് ക്രാഷ് ചെയ്തത് ഒരു മെഡിക്കൽ കോളേജിൻ്റെ അവരുടെ ഹോസ്റ്റലിൻ്റെ മുകളിലാണ്. ഉച്ച സമയമാണ്, അവിടെ ഫുഡ് കഴിക്കാൻ കുട്ടികളുണ്ടായിരുന്നു. സോ എത്ര പേര് എന്നുള്ളൊരു എക്സാക്റ്റ് കൗണ്ട് എനിക്ക് തോന്നുന്നത് നാളെ രാവിലെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റുപാനി, അദ്ദേഹം മരിച്ചിട്ടുണ്ട് ഈ ഒരു ഇൻസിഡൻറ്റിൽ. അപ്പോൾ ഉച്ചയ്ക്ക് 1:39 റൺവേ 23 നിന്ന് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ലണ്ടനിലേക്ക് പൊങ്ങിയ ഈ ബോയിങ്ങിന് എന്ത് പറ്റി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരും ദിവസങ്ങളിൽ ക്രിസ്റ്റൽ ക്ലിയർ ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, പക്ഷെ അതുവരെ കുറേയധികം ചോദ്യങ്ങളും കുറേയധികം അസംഷൻസും കുറേ ക്യൂരിയോസിറ്റിയിൽ നിന്ന് വരുന്ന കുറേ കോൺസ്പിറസീസൊക്കെ നമുക്ക് കേൾക്കാം, സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ടാറ്റ ഇപ്പോൾ 2022 ഈ എയർ ഇന്ത്യ ടേക്ക് ഓവർ ചെയ്തത്. സോ ടാറ്റ ടേക്ക് ഓവർ ചെയ്യുമ്പോൾ തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഹോപ്പാണ്. ഫൈൻ, ബട്ട് ഈ ഒരു 2025 ഇരുന്നാലും
ഒരു എന്താ പറയുക, എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്ന ഏതൊരു വ്യക്തിയോട് ചോദിച്ചാലും ടാറ്റ ടേക്ക് ഓവർ ചെയ്തതുകൊണ്ട് ഇതിൽ പ്രത്യേകിച്ചൊരു മാറ്റം വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലാതെ പറയും. കാരണം അത്രയും ഡിസപ്പോയിൻമെൻ്റാണ് പല സാഹചര്യത്തിലും എയർ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ മെയിൻ്റനൻസ് ആണെന്നുണ്ടെങ്കിലും അവരത് കീപ്പ് ചെയ്യുന്ന ഒരു ഹൈജീൻ ആണെന്നുണ്ടെങ്കിലും ആകെ മൊത്തം ഒരുമാതിരി അലമ്പ അവസ്ഥ പല ഫ്ലൈറ്റുകൾക്കും ഉള്ളതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. കാരണം നമ്മൾ ഫ്ലൈ ചെയ്യുന്ന സമയത്ത് പല സമയത്തും എയർ ഇന്ത്യ എടുക്കുമ്പോൾ ഭയങ്കര ചീപ്പ് ഫീലിംഗ് ആണ് വന്നിട്ടുള്ളത്. അങ്ങനെയല്ല വരേണ്ടത്. ടാറ്റയ്ക്ക് ടേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ബെറ്റർ ഫീലിങ്ങിലേക്ക് വരേണ്ടതായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അങ്ങനത്തെ ഒരു സംഗതി ചിലതിലൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇങ്ങനൊരു അപകടം സംഭവിക്കുന്നു. അപ്പോഴത്തേക്കും മേഡേ കോൾ വരുന്നു. ക്യാപ്റ്റൻ സുമീത് സബർവാൾ 8200 ഫ്ലൈയിങ് ഹവേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, ഇമ്മാക്കുലേറ്റ് സേഫ്റ്റി ഉറപ്പ് വരുത്തുന്ന ബോയിങ്ങിൻ്റെ 787 പ്ലസ് ക്യാപ്റ്റൻ സുമീത് സബർവാൾ വിത്ത് 8200 ഫ്ലൈയിങ് ഹവേഴ്സ് എക്സ്പീരിയൻസ്. ഫസ്റ്റ് ഓഫീസർ ക്ലീവ് കുന്ദ്ര, അദ്ദേഹത്തിന് 1100 ഫ്ലൈയിങ് ഹവേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താണ് ഫെയിലായത്? എ ഹ്യൂമൻ എറർ ഓർ എ ടെക്നിക്കൽ എറർ? അതായിരിക്കും ഇനി നമുക്ക് അറിയേണ്ടത്. മേഡേ കോൾ വന്നത്, മേഡേ കോൾ മീൻസ് SOS ആണ്. ഓക്കെ, അവർക്ക് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് അറിയിക്കുകയാണ് എന്തോ സംതിങ് വെൻറ്റ് റോങ്. അത് ക്ലിയർ ആയിട്ട് കൊടുക്കാനുള്ള ആ മേഡേ കോൾ ക്ലിയർ ആയിട്ട് അവിടെ റിസീവായി, പക്ഷേ അവിടുന്ന് അത് അറ്റൻഡ് ചെയ്തില്ല എന്നാണ് അപ്പോൾ പറയുന്നത്. അത് അറ്റൻഡ് ചെയ്യാത്തതാണോ അതോ അത്രയും ഷോർട്ട് ടൈമാണ് ടേക്ക് ഓഫ് ചെയ്ത്, വളരെ ഷോർട്ട് ടൈമിലാണ് ഈ ഒരു കാര്യം സംഭവിച്ചത്. സോ ഇവർക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ATCക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം പോലും കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് ക്രാഷായി. ഓക്കെ, ഇതിലിനി കാര്യമായിട്ട് നോക്കാനുള്ള സംഗതികൾ, ഇതിൻ്റെ എൻജിനീയറിങ് ഫോൾട്ട് എന്തെങ്കിലും ഉണ്ടോ? ബേർഡ് സ്ട്രൈക്ക് നിർബന്ധമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. ബേർഡ് സ്ട്രൈക്ക് ചില ആളുകളൊക്കെ ന്യൂസിലിരുന്ന് പറയുന്നത് തൊട്ട് മൾട്ടിപ്പിൾ ബേർഡ് സ്ട്രൈക്സ് ഉണ്ടാവാനുള്ളൊരു സംഗതി ഉണ്ട് എന്നുള്ളത്. പിന്നെ ഹെവി ഫ്യൂവൽ ലോഡാണ്. അത് ഓബിയസ്ലി ഇത്രയും എന്താ പറയുക ഹവേഴ്സ് ഫ്ലൈ ചെയ്യണം, ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യണം എന്നുള്ളതുകൊണ്ട് ഹെവി ഫ്യൂവൽ ലോഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയൊരു ലാസ്റ്റിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. മൾട്ടിപ്പിൾ എൻജിൻ ഫെയിലിയർ ആണോ അതോ സിംഗിൾ എൻജിൻ ഫെയിലിയർ ആണോ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ എന്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യം മെയിൻ്റനൻസ് ഇഷ്യൂ ആണ്. മെയിൻ്റനൻസ് ഇഷ്യൂ എന്തുകൊണ്ട് നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോയിങ് 787 റീസെൻ്റ്ലി അവിടെ റിപ്പോർട്ട് ചെയ്തത് ഒരു റിഫർബിഷ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതൊരു കീ ആയിരിക്കും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനൊരു മെയിൻ്റനൻസ് അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, റീഫർബിഷ്മെൻറ്റ് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് റെക്കോർഡ്സിൽ ഈ സ്പെസിഫിക് എയർക്രാഫ്റ്റിൽ എന്ത് രീതിയിലുള്ള റീഫർബിഷ്മെൻ്റ് ആണ് നടന്നത് എന്നുള്ളത് അവിടെ നോട്ടഡ് ആയിരിക്കും. അത് ഏത് രീതിയിലുള്ള വാട്ട് കൈൻഡ് ഓഫ് റീഫർബിഷ്മെൻറ്റ് എന്നുള്ളതൊക്കെ അവിടെ നോട്ടഡ് ആയിരിക്കും. സോ അതൊക്കെ ഈ ബ്ലാക്ക് ബോക്സിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും. അതായത് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത്. ഓക്കെ, FDR ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും പിന്നെ CVR കോക്പിറ്റ് വോയിസ് റെക്കോർഡറും എല്ലാം ബ്ലാക്ക് ബോക്സ് റിസീവ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. സോ അതിനകത്ത് റെക്കോർഡറായിട്ടുള്ള ഡീറ്റെയിൽസ് പുറത്ത് വരുമ്പോൾ കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ എന്താവും നമുക്ക് മനസ്സിലാവും. ഈ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഇത് ടേക്ക് ഓഫ് ചെയ്ത സമയത്തിന് വലിയൊരു ശബ്ദം കേട്ടു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇത് പൊട്ടി താഴെ വീണതിന് ശേഷമാണ് എക്സിറ്റ് ഡോർ വഴി ചാടാൻ പറ്റിയതാണ് അദ്ദേഹം ഒരു ന്യൂസ് ചാനലിൽ കൊടുത്തു എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന അദ്ദേഹത്തിൻ്റെ ഒരു റെസ്പോൺസായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കാനുള്ള മെയിൻ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ബോയിങ് 787 ഇത് റിലേറ്റ് ചെയ്തിട്ട് കുറച്ച് കാലമായിട്ട്, കുറച്ചധികം കാലമായിട്ട് എന്തുണ്ട്, വിസിൽ ബ്ലോവേഴ്സ്, ബോയിങ്ങിന് ഒരുപാട് വിസിൽ ബ്ലോവേഴ്സ് ഉണ്ട്. വാട്ട് ഈസ് വിസിൽ ബ്ലോവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കമ്പനിക്കകത്ത് ഇരുന്ന് തന്നെ ആ കമ്പനിയിൽ നടക്കുന്ന അഴിമതികളോ, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയോ ആരെങ്കിലും തന്നെ ഗവൺമെൻറ്റിൻ്റെ അഴിമതി വിളിച്ച് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ തന്നെയാണ് ഈ വിസിൽ ബ്ലോവേഴ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ഓക്കെ, ഒരു പെർട്ടിക്കുലർ കമ്പനി അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന അവിടുത്തെ ഒരു എംപ്ലോയി, ഒരു വർക്കർ, അവിടെ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് വിളിച്ച് പറയുക, അതാണ് വിസിൽ ബ്ലോവർ.
ഈ വിസിൽ ബ്ലോവേഴ്സ് ഒരുപാടുണ്ട് ബോയിങ്ങിന്. അതും 787 എന്ന് പറഞ്ഞ ഈ ഒരു പെർട്ടിക്കുലർ ബോയിങ് എയർക്രാഫ്റ്റിൻ്റെ പ്രൊജക്റ്റിൽ ഒരുപാട് വിസിൽ ബ്ലോവേഴ്സ് ഇതിൻ്റെ പാർട്സ് അടക്കം ഫോർമർ ക്വാളിറ്റി ഓഫീസേഴ്സ് അടക്കം വന്നിട്ട് ഇവർ ഈ കോസ്റ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾഡ് പാർട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 787 എന്ന് പറഞ്ഞ ബോയിങ്ങിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ സെഗ്മെൻറ്റിൽ പെട്ട എയർക്രാഫ്റ്റിന് ഒരുപാട് പോരായ്മകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരാളാണ് ജോൺ ബാർനെറ്റ്. അദ്ദേഹം ഇപ്പം ഇല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം മരണപ്പെട്ടു എന്നാണ് ന്യൂസുകൾ പുറത്തു വന്നത്. പിന്നെ അതിൻ്റെ മുകളിൽ കുറേ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു വിസിൽ ബ്ലോവർ അല്ല കേട്ടോ. വിസിൽ ബ്ലോവേഴ്സിൻ്റെ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വിസിൽ ബ്ലോവേഴ്സിനെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അതിൽ ഒരുപാട് പേരുടെ ക്ലെയിമുകൾ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഈ ഒരു ക്രാഷ് കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട്. അതിലൊരാളാണ് സാം സൽഫോർ. ഈ വ്യക്തിയും ബോയിങ്ങിൻ്റെ ഒരു വിസിൽ ബ്ലോവറാണ്. ഇയാൾ ബോയിങ്ങിൻ്റെ എൻജിനീയർ ആയിരുന്നു. നിർമ്മാണത്തിലെ അപാകതകൾ 787 വിമാനങ്ങളുടെ നിർമ്മാണത്തിലെ അപാകതകൾ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം, ഇദ്ദേഹവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പെർട്ടിക്കുലർ 787 ഈ ഡ്രീം ലൈനർ ഇത് മെയിൻ്റനൻസ് പ്രോപ്പറായിരുന്നു. മെയിൻ്റനൻസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് എന്തിലൊക്കെ നടന്നു, അത് എങ്ങനെ നടന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നത്. ആൻഡ് ഈ ഒരു പെർട്ടിക്കുലർ എയർക്രാഫ്റ്റ് 2024 ഫ്ലൈ ചെയ്ത് മുകളിൽ പോയതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, താഴെ ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഐ ഫൗണ്ട് എ കോമെൻറ്റ്, ഒരു വീഡിയോയുടെ അടിയിൽ വന്നൊരു കോമെൻറ്റാണ്. ഈ ഒരു ക്രാഷ് റിലേറ്റഡ് ആയിട്ടൊരു വ്യക്തി ഇട്ട വീഡിയോയുടെ അടിയിൽ വന്നൊരു കോമെൻറ്റാണ്. വിവേക് പട്ടേൽ എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിൻ്റെ പേര് കാണിക്കുന്നത്. Hey, I am an ex-Air Indian crew and this was a frequent aircraft that I did fly. ഇയാൾ ഫ്ലൈ ചെയ്തൊരു എയർക്രാഫ്റ്റ് ആണെന്നാണ് ഇയാൾ പറയുന്നത്. This aircraft has had issues for years, literally years. The crew, pilot, engineers, literally everyone has always mentioned about it in the logbook. Log bookil അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. But the company didn't have a spare Dreamliner for their most precious Gatwick sector, which is why we were always made to fly this aircraft. I myself had an engine failure on this aircraft. Thankfully, we landed back safely. It was a similar case where we took off and immediately landed back without being in air for even 30 minutes. Here, no staffs, but solely the company is at fault. But the company won't let any staff talk about it on a public channel. That rather blame the staff and not the accountability. ഇങ്ങനൊരു കോമെൻറ്റ് ഞാൻ കണ്ടു. അതായത് ഈ ഒരു ഡ്രീം ലൈനർ 787 കുറച്ചധികം കാലമായിട്ട് പ്രശ്നങ്ങളുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണ്, എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെന്നുള്ളതൊക്കെ റെക്കോർഡിക്കലി ചെയ്തിട്ടുണ്ടോ വന്നിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള ആളുകൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുന്ന പരിപാടികളായിരിക്കും. നമുക്കിവിടെ ഇരുന്നു കൊണ്ട് അതെങ്ങനെയാണ് എന്താണെന്നും പറയാൻ പറ്റില്ല. ബട്ട് ഈ ഒരു കോമെൻറ്റ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അതുകൊണ്ട് എടുത്ത് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊരു എൻജിനീയറിങ് ഫോൾട്ടാണോ അതോ ഇനി വേറെന്തെങ്കിലും സീനുകളാണോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നമ്മൾ പറയാൻ മാത്രം എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഭയങ്കര സെറ്റപ്പ് പഠിത്തവും ഇവരൊന്നും നമുക്കില്ലാത്തത് കൊണ്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് വെച്ച് കമ്പയർ ചെയ്ത് നമ്മൾ ഗൂഗിൾ ചെയ്യേ അല്ലെങ്കിൽ നമുക്ക് കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് നോക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഒരു റഫ് സാധനം കിട്ടും. പക്ഷേ അത് നമ്മളടുത്ത് തന്നെ വയ്ക്കുക, നമ്മളത് ഒരു കൺക്ലൂഷനിൽ എത്താതിരിക്കുക അൺടിൽ അൺലെസ് കൃത്യമായി ഇതിൻ്റെ പഠനങ്ങൾ നടത്തിയ ആളുകൾ പറയുന്നത് വരെ എന്നേ എനിക്ക് പറയാനുള്ളൂ. ബട്ട് ദിറ്റ് സീംസ് ടു ബി ലൈക്ക് എന്താ പറയുക, എവിടേക്കോ എന്തൊക്കെയോ വായിച്ചതും കണ്ടതും കേട്ടതും ഒക്കെ ആയിട്ട് ഇപ്പോൾ
ഒരു ഇത് തോന്നി എനിക്ക്. ആൻഡ് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ കുറേ സീനുകളുണ്ട് ഈ ഒരു ബോയിങ്ങുമായിട്ട് എന്നുള്ളത്. ഇത് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പറയേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി എക്സിൽ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യണം. അതായത് ഈ അപകടത്തിൽപ്പെട്ട പെർട്ടിക്കുലർ ഫ്ലൈറ്റിൽ അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു 2 മണിക്കൂറുകൾക്ക് മുമ്പ് ഇതേ ഫ്ലൈറ്റ് ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഫ്ലൈ ചെയ്ത ആകാശ് വത്സ, ഈ വ്യക്തി എക്സിലിട്ടൊരു പോസ്റ്റാണ്. ഐ വാസ് ഇൻ ദ സെയിം ഡാം ഫ്ലൈറ്റ് 2 hours ബിഫോർ ഇറ്റ് ടുക്ക് ഫ്രം ദി അഹമ്മദാബാദ്. ഐ കെയിം ഇൻ ദിസ് ഫ്രം ഡൽഹി അഹമ്മദാബാദ്, നോട്ടീസ്ഡ് അൺയൂഷ്വൽ തിങ്സ് ഇൻ ദ place, made a video to tweet to Air India. I would want to give more details, please contact me എന്ന് പറഞ്ഞിട്ട് ഫ്ലൈയിങ് ബീസ്റ്റിനെയും ആജ് തക്കിനെയും NDTV ബോയിങ്ങിനെയൊക്കെ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഈ പോസ്റ്റിൽ ഇട്ട വീഡിയോ ഞാനിവിടെ സൈഡിൽ പ്ലേ ചെയ്ത് വെക്കാം. ഓക്കെ, അതിൽ AC വർക്ക് ചെയ്യുന്നില്ല, ഫ്രണ്ടിലിരിക്കുന്ന ഇൻഫോ വർക്ക് ചെയ്യുന്നില്ല, ഒരു സാധനങ്ങളും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, എല്ലാം ഫെയിലായി കിടക്കുകയാണ് എന്നുള്ളതാണ് അദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയിൽ എന്ത് ചെയ്യുന്നത് കാണിച്ചു തരുന്നത്. ആ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം കുറേ ആളുകൾ നീച്ച് നിന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, AC വർക്ക് ചെയ്യാത്തതിന് അവിടെ നിന്നിട്ട് തിരിച്ചു മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഫെയിലായോ, സിസ്റ്റം മോൾ ഫങ്ഷൻ എന്തിൽ സംഭവിച്ചു എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചേ പറ്റൂ. ഓക്കെ, ബിക്കോസ് ഒരു എയർക്രാഫ്റ്റിൻ്റെ മേജർ മാൽ ഫങ്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ അത് കൺട്രോൾ ലൂസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് ടേക്ക് ഓഫിൻ്റെ സമയത്ത് എന്നൊക്കെ കുറേ പേര് ഇങ്ങനെ നോട്ട് ചെയ്ത് എക്സിൽ പോസ്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റം ഫെയിലിയർ, അതിനും ചാൻസുകളുണ്ടെന്ന് പറയുന്നുണ്ട്. ഇലക്ട്രിക് സിസ്റ്റം ഫെയിലിയർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കണ്ട വീഡിയോസൊക്കെ എക്സിൽ ഇദ്ദേഹം അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതൊരു ഇലക്ട്രിക്കൽ സിസ്റ്റം ഫെയിലിയർ ആണോ എന്നുള്ളതൊക്കെ നോക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. ഇനി നോക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തന്നെ ചാനലുകളിൽ വന്നൊരു ചർച്ചയ്ക്കടിയിൽ ഒരു വ്യക്തി ഇട്ട ഒരു കമൻ്റാണ്. എൻ്റെ അറിവിൽ ഈ വിമാനാപകടത്തിൻ്റെ വീഡിയോ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായത് എയർക്രാഫ്റ്റിൻ്റെ മെയിൻ ഹൈഡ്രോളിക് സംവിധാനത്തിന് തകരാർ സംഭവിച്ചു എന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ വിമാനത്തിന് ഡ്രാഗ് ചെയ്യാനോ ഉയരാനോ സാധിക്കില്ല. ലാൻഡിംഗ് ഗിയർ ഉൾവലിയാത്തതിനാൽ വിമാനത്തിന് ഉയരാൻ സാധിക്കാതെ വരും. ഇനിയും ടേക്ക് ഓഫ് വേണ്ടെന്ന് വെച്ച് റൺവേയിൽ തിരികെ ഇറക്കിയാലും അപകടം സംഭവിക്കും. ബ്രേക്ക് പ്രവർത്തിക്കില്ല. തസ്റ്റ് റിവേഴ്സർ ഗേറ്റ് ഉൾപ്പെടെ എൻജിനിൽ പ്രവർത്തിക്കില്ല. നിരവധി വിമാനാപകടങ്ങളെ പറ്റി ഞാൻ സ്വന്തമായി പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും കിട്ടിയ അറിവാണ്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുള്ള ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഈ പെർട്ടിക്കുലർ വീഡിയോയിൽ, ഈ ചർച്ചയിൽ, 24ൻ്റെ ചർച്ചയിലും പറയുന്നത് ഇവിടെ ടേക്ക് ഓഫിൻ്റെ സമയത്ത് ലാൻഡിങ് ഗിയർ പ്രോപ്പറായിട്ട് എന്ത് ചെയ്തില്ല, വിഡ്രോ ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ്. എഞ്ചിന്റെ ശക്തി, അതായത് ത്രസ്റ്റ് എന്നാണ് ഞങ്ങളുടെ പാർലൻസിൽ പറയുന്നത്. എഞ്ചിന്റെ ത്രസ്റ്റ് വളരെ ടെമ്പറേച്ചറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ടെമ്പറേച്ചർ വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ ഒരു എഞ്ചിൻ ഏത് സമയത്ത് നിലച്ചാലും വിമാനത്തിന് സേഫായിട്ട് ഒന്നുകിൽ നിർത്താനോ അല്ലെങ്കിൽ ടേക്ക് ഓഫ് കണ്ടിന്യൂ ചെയ്തിട്ട് തിരിച്ച് സുരക്ഷിതമായി ഇറക്കാനോ ഉള്ള തരം വെയിറ്റ് വിമാനത്തിൽ ഒരു സമയവും ക്യാരി ചെയ്യുകയുള്ളു. അതായത് ഇന്നത്തെ ടെമ്പറേച്ചറും ബാക്കി കണ്ടീഷൻസും വെച്ച് പൈലറ്റുമാർ കമ്പ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും എന്താണ് മാക്സിമം ടേക്ക് ഓഫ്, ലണ്ടനിലേക്ക് പോകുന്നതിന് ആവശ്യമുള്ള ഫ്യൂലും എടുത്തതിന് ശേഷം എത്ര പാസഞ്ചേഴ്സും എത്ര കാർഗോയും കൊണ്ടുപോകാമെന്ന് പൈലറ്റ്മാർ കൃത്യമായി കണക്ക് കൂട്ടിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടേ വിമാനം ഡിസ്പാച്ച് ചെയ്യാറുള്ളൂ. അപ്പൊ ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കണം ചെയ്തിരിക്കുന്നതെന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ക്യൂരിയോസിറ്റി ഉളവാക്കുന്ന ഒരു സംഭവമാണ് ഇതിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്തിയിട്ടില്ല. ഒരുപക്ഷെ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് ഒരു എഞ്ചിൻ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലോ ഒരു എഞ്ചിൻ ഫെയിൽ ആയതിനു ശേഷം മറ്റേ എഞ്ചിനിൽ ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ ത്രസ്റ്റ് പോയിട്ടുണ്ടെങ്കിലോ, ഉദാഹരണം
വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള, അതായത് വലിയൊരു ഫ്ലോക്ക് എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഇത് വരാം. ചുരുക്കമായിട്ടെങ്കിലും ഇത് നടന്നിട്ടുണ്ട്. നിർണായകമായ ഘടകമാണ് ലാൻഡിംഗ് ഗിയറിന്റെ ഉയർത്തൽ എന്ന് പറയുന്നത്. എന്തോ കാരണവശാൽ ഇന്ന് ലാൻഡിംഗ് ഗിയർ ഈ വീഡിയോയിൽ, പ്രത്യേകിച്ച് ആ CCTVയുടെ വീഡിയോയിൽ ലാൻഡിംഗ് ഗിയർ ഉയർന്നതായിട്ട് കാണുന്നില്ല. ലാൻഡിംഗ് ഗിയറിന്റെ പൊസിഷൻ. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ, ട്രെയിനിങ് എല്ലാം ഉണ്ട്, പക്ഷെ എന്നാലും പൈലറ്റ്സും ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പോൾ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എറർ. 100 അടിയോളം ഉയർന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ലാൻഡിംഗ് ഗിയർ സാധാരണഗതിയിൽ ഉയരേണ്ടതായിരുന്നു, അതിന് സംശയമില്ല. പക്ഷേ എന്താണ് കോക്പിറ്റിൽ നടന്ന സർക്കംസ്റ്റാൻസസ് എന്ന് നമുക്ക് വെളിയിലിരുന്നുകൊണ്ട് ജഡ്ജ് ചെയ്താൽ അത് ക്രൂരമായിരിക്കും. അങ്ങനെ കുറേ പേർക്ക് കുറേ സംശയങ്ങളൊക്കെ ഇനി ഉണ്ടാവും. കുറേ പേരുടെ കോൺസ്പിരസി, ക്യൂരിയോസിറ്റി ഒക്കെ ഇതിനകത്ത് വരാം. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൽ ഭയങ്കര ഹാർഡാണ്. ബിക്കോസ് എക്സ്പേർട്സിനാണെങ്കിൽ തന്നെ ഇതിലൊരു ഒഫീഷ്യൽ കോൾ വരാതെ അവർ പറയുന്ന ഊഹങ്ങളും കാര്യങ്ങളും ശരിയാണെന്ന് പറയാൻ പറ്റില്ല. എന്നാണെങ്കിലും വലിയൊരു അപകടം ആണ് സംഭവിച്ചത്. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക എല്ലായിടത്തും, റോട്ടിലാണെങ്കിലും എയറിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും. എല്ലാം എന്താ പറയുക.